നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. ആരെങ്കിലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മളെ അപമാനിച്ചിട്ടുണ്ടാകും, മോശമായി സംസാരിച്ചിട്ടുണ്ടാകും, നമ്മളെ ചെറുതാക്കിയിട്ടുണ്ടാകും. ആ നിമിഷം മനസ്സിൽ ഒരു ചിന്ത മാത്രമേ വരുള്ളൂ, ഇപ്പോൾ തന്നെ മറുപടി പറയണം. പക്ഷേ ആ ഒരു നിമിഷത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ വർഷങ്ങളോളം നമ്മളെ പിന്തുടരും. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ എന്തുകൊണ്ട് ഉടനെ പ്രതികരിക്കരുത്? മൗനം എപ്പോഴാണ് ശക്തിയാകുന്നത്? സ്വന്തം മനസ്സമാധാനം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? ഇന്നത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. എന്തുകൊണ്ടാണ് അപമാനം ഇത്രയും വേദനിപ്പിക്കുന്നത്? അപമാനം കേൾക്കുമ്പോൾ വേദനിക്കുന്നത് ദുർബലത കൊണ്ടല്ല. നമ്മൾ മനുഷ്യരാണ്. നമ്മളെ ബഹുമാനിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ആരെങ്കിലും മോശമായി സംസാരിക്കുമ്പോൾ മനസ്സ് തകരുന്നത്. ചിലപ്പോൾ കൈകൾ വിറക്കും, ചിലപ്പോൾ കരച്ചിൽ വരും, ചിലപ്പോൾ വാക്കുകൾ പോലും കിട്ടാതെ നിൽക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ ആ സമയത്ത് ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ശാന്തമായി ചിന്തിക്കുന്നില്ല. അത് ഇപ്പോൾ ജീവൻ രക്ഷിക്കാനുള്ള മോഡിലാണ്. അതുകൊണ്ട് തന്നെ ഉടൻ പ്രതികരിക്കുന്നത് പലപ്പോഴും ശരിയായ തീരുമാനമാകില്ല. എന്തുകൊണ്ടാണ് ചിലർ മറ്റുള്ളവരെ അപമാനിക്കുന്നത്? എല്ലാവരും ഒരേ കാരണത്താലല്ല മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്. ചിലർക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ അറിയില്ല. അതുകൊണ്ട് മുന്നിൽ കാണുന്ന ആളിലേക്ക് അത് എറിഞ്ഞു കളയും. ചിലർ സ്വന്തം ജീവിതത്തിലെ നിരാശ മറ്റുള്ളവരിൽ തീർക്കും. അവർക്ക് ഉള്ളിലെ വേദന പുറത്തേക്ക് വിടാൻ ഒരാളെ മാത്രം മതിയാകും. ചിലർക്ക് അധികാരം കാണിക്കണം, ഞാനാണ് വലിയവൻ, എന്നെ പേടിക്കണം എന്നൊരു മനോഭാവം ഉണ്ടാവും. ചിലർക്ക് നിങ്ങളുടെ പ്രതികരണം കാണാനുള്ള കൗതുകമാണ്. നിങ്ങൾ കരയുന്നുണ്ടോ, ദേഷ്യപ്പെടുമോ, തിരിച്ചടിക്കുമോ? അവർ അതാണ് നോക്കുന്നത്. നിങ്ങളുടെ സമാധാനം തകർക്കാൻ അവർ ശ്രമിക്കുന്നു. അവിടെ നിങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെടുത്തിയാൽ അവരാണ് ജയിക്കുക. ഉടൻ പ്രതികരിച്ചാൽ എന്താണ് സംഭവിക്കുക? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വന്നിരിക്കുകയാണ്. ആ സമയത്ത് പറയുന്ന ഓരോ വാക്കും ഹൃദയത്തിൽ നിന്നല്ല, വികാരത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ പിന്നീട് ഖേദിക്കുന്ന കാര്യങ്ങളാണ് പറയുക. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, കുറച്ച് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു എന്ന ചിന്ത പിന്നീടുണ്ടാകും. ഒരു നിമിഷത്തെ ദേഷ്യം ചിലപ്പോൾ വർഷങ്ങളായ ബന്ധങ്ങൾ തകർക്കും. ജോലി നഷ്ടമാകും, സൗഹൃദം അവസാനിപ്പിക്കും, കുടുംബത്തിൽ അകലം സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ഒരു ചെറിയ ഇടവേളയുടെ വില അത്രയും വലുതാകുന്നത്. മൗനം എന്നത് തോൽവിയാണോ? ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണിത്. മൗനം എന്നാൽ പേടിയല്ല. മൗനം എന്നത് തോൽവിയല്ല. മൗനം എന്നാൽ എല്ലാം സഹിക്കുക എന്നുമല്ല. മൗനം എന്നത് ഒരു തീരുമാനമാണ്. ഇപ്പോൾ എൻ്റെ മനസ്സമാധാനമാണ് എനിക്ക് കൂടുതൽ വിലപ്പെട്ടത് എന്ന് സ്വയം പറയുന്ന നിമിഷം ചില യുദ്ധങ്ങൾ ജയിക്കാൻ പോരാടേണ്ടതില്ല. അവിടെ നിന്ന് മാറി നിൽക്കുക തന്നെ ഏറ്റവും വലിയ വിജയമാണ്. പ്രതികരിക്കേണ്ട സമയം എപ്പോഴാണ്? ഉടനെയല്ല. ആദ്യം ശാന്തമായിരിക്കുക, ആഴത്തിൽ ശ്വാസമെടുക്കുക. അവിടെ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെങ്കിൽ മാറി നിൽക്കുക. വീട്ടിലെത്തിയിട്ട് ചിന്തിക്കുക, ഈ വ്യക്തിയോട് സംസാരിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അകലം പാലിച്ചാൽ മതിയോ? ഈ ബന്ധം തുടരേണ്ടതുണ്ടോ? ഇതെല്ലാം ശാന്തമായ മനസ്സോടെ തീരുമാനിക്കാം. അപ്പോഴാണ് നിങ്ങളുടെ മറുപടി ശക്തമാകുന്നത്. എല്ലാ ആളുകളെയും മാറ്റാൻ കഴിയില്ല. ജീവിതത്തിൽ ചില ആളുകൾ മാറില്ല. നിങ്ങൾ എത്ര നല്ലവനായാലും, എത്ര സ്നേഹത്തോടെ സംസാരിച്ചാലും ചിലർക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ കഴിയില്ല. അവരെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നത് ഒരേ ഒരു കാര്യമാണ്, അവരുടെ പെരുമാറ്റത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം. അതാണ് നിങ്ങളുടെ ശക്തി. യഥാർത്ഥ ശക്തി എന്താണ്? യഥാർത്ഥ ശക്തി ഉച്ചത്തിൽ സംസാരിക്കുന്നതല്ല, തിരിച്ചടിക്കുന്നതുമല്ല, മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതുമല്ല. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ മനസ്സമാധാനം ആരുടെയും കയ്യിൽ കൊടുക്കാതിരിക്കുക. അതാണ് പക്വത. അതാണ് ആത്മാഭിമാനം. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കല്ല്
ശാന്തമായ തടാകത്തിലേക്ക് എറിഞ്ഞാൽ വെള്ളം ഇളകും. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞാൽ വീണ്ടും അത് ശാന്തമാകും. മനസ്സും അങ്ങനെ തന്നെയാണ്. അപമാനം ഒരു കല്ലാണ്. പക്ഷെ ആ തിരമാല എത്ര നേരം നിലനിൽക്കണമെന്നത് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ ഒരു നിമിഷം നിൽക്കുക. ഉടൻ പ്രതികരിക്കണമെന്ന മനസ്സിന്റെ ശബ്ദം കേൾക്കാതെ ഇരിക്കുക. കാരണം ആ നിമിഷം നിങ്ങൾ ഏറ്റവും ദുർബലരാണ്. ശാന്തമായ ശേഷം നിങ്ങൾക്ക് 2 വഴികളുണ്ട്. ആവശ്യമെങ്കിൽ ബഹുമാനത്തോടെ സംസാരിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് അകലം പാലിക്കുക. രണ്ടും ശക്തിയുടെ അടയാളമാണ്. ഓർക്കുക, നിങ്ങളുടെ മനസ്സമാധാനം ഒരു തർക്കത്തേക്കാൾ വിലപ്പെട്ടതാണ്. ആരെങ്കിലും നിങ്ങളുടെ ദിവസം മോശമാക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ അവരെ അനുവദിക്കരുത്. സ്വയം ബഹുമാനിക്കുക, സ്വന്തം മനസ്സിനെ സംരക്ഷിക്കുക. കാരണം അവസാനം നമ്മൾ ജയിക്കേണ്ടത് മറ്റൊരാളെയല്ല, നമ്മുടെ വികാരങ്ങളെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ഇത്തരത്തിലുള്ള മനഃശാസ്ത്രവും ജീവിത പാഠങ്ങളും ഉൾക്കൊള്ളുന്ന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.